ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രില്ലഡ് ബാർബിക്കോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോയിൽ ഓൺ വോയിസ് അല്ലാണ്ട് ചെയ്യുന്നത്, വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പുറത്തെ വീട്ടിലൊരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുത്തിരുന്നതാണ്. പിന്നെ ഞാൻ അത് കളഞ്ഞിട്ട് ഇപ്പോൾ വോയിസ് ഡബ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2.5 കിലോത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചിക്കൻ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വാങ്ങിച്ചിരുന്നത്. വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വീതി ഉണ്ടാവണം നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ പീസ് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കാം കേട്ടോ. വരഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് മസാലയൊക്കെ പറ്റുമ്പോൾ നന്നായിട്ട് അതിനകത്ത് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് വരഞ്ഞ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4-5 പീസോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ മാംസമൊക്കെ ഉള്ള നല്ല പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് വന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. ഞങ്ങൾ ചെയ്യാറുള്ളതാണ് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അത് കുറച്ചും കൂടി നല്ലതാണ് ഇതിന് മസാലയൊക്കെ പിടിക്കാനായിട്ട്. അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വരഞ്ഞു കൊടുത്തത് കൊണ്ട് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ജസ്റ്റ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ട ചേരുവകളെന്ന് പറയാനായിട്ട് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആൻഡ് ഉപ്പ്. ഇത്രയും ഇതാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് വേണ്ട ചേരുവകളെന്ന് പറയാനായിട്ട്. അതിൻ്റെ ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ ചിക്കൻ നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊടുക്കണം കേട്ടോ. ഞങ്ങളുടെ എല്ലാവരും നന്നായിട്ട് എരിവൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതനുസരിച്ച് മുളക് പൊടിയൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് എരിവ് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എരിവൊക്കെ മുളക് പൊടി കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്നവർക്ക് നന്നായിട്ട് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബാർബിക്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അളവുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ട് ഒരു ടീസ്പൂൺ വെച്ചാണ് തട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ കുരുമുളക് പൊടി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് എരിവ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ അതനുസരിച്ച് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, ഗരം മസാല. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ഒരു ചിക്കൻ ബാർബിക്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കാശ്മീരി പൗഡർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. നല്ല ചുവന്നൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ കാശ്മീരി പൗഡർ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഇടണത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് പെറ്റി കൊടുക്കുക. വരഞ്ഞ സൈഡിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇതിൽ 2-3 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിവിടെ തൈര് ഉണ്ടായിരുന്നില്ല, ഒരു ലേശം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2-3 ടീസ്പൂണെങ്കിലും വേണം. ഇതിപ്പോൾ ഒരു 1.5 ടീസ്പൂണത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ തട്ടിക്കൂട്ട് ചിക്കൻ ഗ്രില്ലഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം ഒരു 1 അവറെങ്കിലും കുറഞ്ഞത് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തട്ടി പൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളും ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതിൻ്റെ മെയിൻ ആൾ ഞാനല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടനാണ്. ആൾ ലീവിന് വരുമ്പോഴാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ ആൾ തന്നെ ചെയ്യണേ. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ ആളുണ്ട് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അൺപ്ലാനഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച് ഇട്ടതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി ആൾക്കാരുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് തട്ടിക്കൂട്ട് ചിക്കൻ ബാർബിക്യൂ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിന് വെച്ച ശേഷം നമ്മൾ പുറത്തിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മിറ്റത്തൊക്കെ തീക്കനലൊക്കെ ഏട്ടൻ കൂട്ടിയൊക്കെ ഇട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഗ്രില്ലിലോട്ട് വെച്ചിട്ട് ശേഷം നമുക്ക് തീക്കനലിലോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ റോളൊക്കെ ഇനി ഇവിടെ കഴിഞ്ഞു. ഇനി ആളുടെ ഉണ്ടോ മെയിനായിട്ട് റോള്. അപ്പോൾ ആൾ പുറത്ത് തീക്കനലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ ആളതൊക്കെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമ്മൾ വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ബാർബിക്യൂ അങ്ങനെ സെറ്റായിട്ടുണ്ട്.
ഒരുവിധം വേവായ ശേഷം നമുക്ക് അതിനകത്തേക്ക് ബട്ടറൊക്കെ പെറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് പെറ്റി കൊടുക്കാം, നല്ലതായിരിക്കും. ഒരു നല്ലൊരു ടേസ്റ്റിനൊക്കെ നല്ലതായിരിക്കും. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ പറ്റിയാലും മതി. അപ്പോൾ നമ്മുടെ ബ്രഷ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെയാണ് ബട്ടർ പറ്റണത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചും അപ്പുറം ഇപ്പുറം പെറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊരു കാസ്ട്രോളിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ചൂടൊക്കെ അതേപോലെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ പരിപാടി ഇവിടെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ കൂട്ടി കഴിഞ്ഞിട്ട് മയോണൈസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ മയോണൈസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുട്ടയുടെ വെള്ളയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ചിലർ മഞ്ഞൊക്കെ ഇട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ വെള്ളയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ, കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ ഒരു എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഒരടപ്പ് നമ്മൾ ചോർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വിനാഗിരി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണില്ല, 1 സ്പൂൺ പകുതി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സി അടച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കറക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ട് ഫുള്ളായിട്ട് കറക്കല്ല, ഒരു വശം അടിക്കുക, നിർത്തുക, അടിക്കുക, അങ്ങനെ നമ്മൾ എടുക്കുക. പിന്നെ അതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, പിന്നെയും അതേപോലെ തന്നെ അടിക്കുക, നിർത്തുക, അടിക്കുക, നിർത്തുക. അങ്ങനെ നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് അടിച്ചും നമുക്ക് അതിൻ്റെ ഒരു പാകമായി കിട്ടും, ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയും വേണം, നിർത്തുക, ഓഫ് ചെയ്യുക, അടിക്കുക, ഓഫ് ചെയ്യുക, അടിക്കുക, അങ്ങനെ അടിക്കണം കേട്ടോ. ഞാൻ അടിക്കാണ്ട് എൻ്റെ അമ്മനെ ചീത്ത പറഞ്ഞോളൂ, മിക്സി അടിച്ച് പോകുമെന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ക്രീമി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതുവരെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് മിക്സി കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗ്രില്ലഡ് ബാർബിക്കോ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാനും കൊള്ളാം. അപ്പോൾ ഞങ്ങളൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് സവാളൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയോണൈസും നമ്മുടെ ഗ്രില്ലഡ് ബാർബിക്കോ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ കൊച്ചും അനിയത്തിയും അമ്മയും ഏട്ടനെയും കൂട്ടിയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തട്ടിക്കൂട്ട് ഗ്രില്ലഡ് ബാർബിക്കോ ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക, ഭയങ്കര എളുപ്പമാണ് ഗൈസ്. നമുക്ക് നമ്മൾ മാത്രമാണല്ലോ കഴിക്കണേ, അപ്പോൾ നമുക്കതനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുറച്ച് സ്പൈസിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.